പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചെന്ന പരാതിയിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് മുൻ താരവുമായ ജാൻമണി അറസ്റ്റിൽ. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന്റെ പരാതിയിലാണ് നടപടി. കോഴിക്കോട് സൈബർ പോലീസാണ് കേസെടുത്തത്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ താൻ നടത്തിയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് ജാൻമണി രംഗത്തെത്തിയിരുന്നു. ആരെയും വേദനിപ്പിക്കാനല്ല പറഞ്ഞത്, പരസ്യമായി ക്ഷമ ചോദിക്കാൻ ആഗ്രഹമുണ്ട്. പ്രധാനമന്ത്രിയുടെ അമ്മയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ മോദിജിയെ കുറിച്ചല്ല. ഞാൻ മലയാളം പറയുന്നത് ശരിയാകാത്തതാകാം അങ്ങനെ തോന്നാൻ കാരണം. ആരെയും വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പരസ്യമായി ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് ക്ഷമിക്കണം. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായി. ഒരു കാര്യം പറയുന്നതിന് മുൻപ് ഞാൻ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. വളരെ വിഷമമുള്ളതിനാലാണ് വൈകിയാണെങ്കിലും വീഡിയോ ഇടാൻ തീരുമാനിച്ചതെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ ജാൻമണി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ മാസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പോലീസ് അതിക്രമങ്ങളും മറ്റ് പ്രശ്നങ്ങളും സംബന്ധിച്ച ആരോപണങ്ങൾ പരിശോധിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി ചൊവ്വാഴ്ച അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ, ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഡയറക്ടർ ജനറൽ തലത്തിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്നിവർ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് ബെഞ്ച് സൂചിപ്പിച്ചു. പാനലിന്റെ ഘടന നാളെ പ്രഖ്യാപിക്കുമെന്ന് ബെഞ്ച് അറിയിച്ചു. ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കും. ചില അടിയന്തര ഇടക്കാല നടപടികൾ ആവശ്യമാണെന്നും ബെഞ്ച് പറഞ്ഞു. പോലീസും പ്രതിഷേധക്കാരും പരാതികൾ നൽകിയിട്ടുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. പോലീസിന്റെ ഭാഗത്ത് കൃത്യനിർവഹണത്തിൽ വീഴ്ചയുണ്ടായാൽ HPCയുമായി കൂടിയാലോചിച്ച് ഞങ്ങൾ അത് കൈകാര്യം ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു. HPC രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് വിടണമെന്ന് ബെഞ്ച് മറുപടി നൽകി. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഡയറക്ടർ ജനറൽ തലത്തിൽ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്നിവർ കമ്മിറ്റിയിൽ ഉൾപ്പെടാമെന്നും ബെഞ്ച് സൂചിപ്പിച്ചു. മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൂട്ടനിരീക്ഷണം സംബന്ധിച്ച ആരോപണങ്ങൾ ഡൽഹി പോലീസ് ഒരു സത്യവാങ്മൂലത്തിൽ നിരസിച്ചു. ഈ സംവിധാനം ഓരോ വ്യക്തിയെയും പ്രൊഫൈൽ ചെയ്യുന്നില്ലെന്നും മുൻ ക്രിമിനൽ രേഖകളുള്ളവരെ മാത്രമേ പിടികൂടുന്നുള്ളൂവെന്നും പറഞ്ഞു. എല്ലാ വ്യക്തികളുടെയും വിവരങ്ങൾ നൽകുന്നില്ലെന്നും മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മാത്രമേ പിടികൂടുന്നുള്ളൂവെന്നും മേത്ത ബെഞ്ചിന് മുന്നിൽ വ്യക്തമാക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ വ്യക്തികളെ കുറിച്ച് പോലീസ് കമ്മീഷണർ രൂപീകരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന് മേത്ത വാദിച്ചു. നിരപരാധികളായ പ്രതിഷേധക്കാർക്കെതിരെ FIR റദ്ദാക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 പ്രകാരമുള്ള പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിക്കാമെന്ന് ബെഞ്ച് സൂചിപ്പിച്ചു. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാർ ഉൾപ്പെട്ട കേസുകൾ പ്രത്യേകം പരിശോധിക്കുമെന്ന് ബെഞ്ച് സൂചിപ്പിച്ചു. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ക്രിമിനൽ പെരുമാറ്റത്തിൽ നിന്നും വേർതിരിക്കണമെന്ന് ബെഞ്ച് ഊന്നി പറഞ്ഞു. ആർട്ടിക്കിൾ 19 സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ശരിയായ പ്രതിഷേധം എന്നിവ നാം ഓർമ്മിക്കണം. അവരുടെ കേസ് ക്രിമിനൽ ഘടനകളിൽ നിന്നും പൂർണ്ണമായും വേർതിരിച്ചറിയാൻ കഴിയും. വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരായ FIRകൾ റദ്ദാക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമെന്നും എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് വ്യത്യസ്തമായ സമീപനം വേണമെന്നും മേത്ത പറഞ്ഞു. എല്ലാ FIRകളും ഹർജിക്കാരുടെ അഭിഭാഷകന് നൽകണമെന്ന് അഭിഭാഷക വൃന്ദ ഗ്രോവർ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്ക് അവരെ വേർതിരിക്കാൻ സഹായിക്കാനാകും. പെല്ലറ്റ് ഗൺ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനും അവർ സമ്മർദ്ദം ചെലുത്തി. ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറിച്ചുള്ള പൊതു വീഡിയോകൾ വളരെ ആശങ്കാജനകമാണെന്നും ഒരു കമ്മിറ്റി പരിശോധിച്ചാൽ അവയ്ക്കൊരു പ്രശ്നവുമില്ലെന്നും മുതിർന്ന അഭിഭാഷകൻ ഷാദൻ ഫറാസത്ത് വാദിച്ചു. നിരായുധരായ പ്രതിഷേധക്കാർക്കെതിരെ അതിക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചില ഇടക്കാല നടപടികൾ സ്വീകരിക്കണമെന്ന് ഫറാസത്ത് ആവശ്യപ്പെട്ടു. ഇരുവിഭാഗവും FIRകളുടെ പട്ടിക നൽകുന്നു. വിവാദങ്ങളില്ലാത്ത മേഖല ഏതെന്ന് നമുക്ക് തിരിച്ചറിയാം. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളിടത്ത് എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. അതിക്രമം കാണിച്ച പോലീസുകാർക്ക് ശക്തമായ സന്ദേശം നൽകേണ്ടതുണ്ടെന്ന് ഹർജിക്കാരിൽ ഒരാളെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ ശക്തമായി വാദിക്കുകയും ചെയ്തു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ സ്വീകരിച്ച ഭരണപരമായ നടപടികളെക്കുറിച്ച് ഡൽഹി പോലീസിന്റെ സത്യവാങ്മൂലം പൂർണ്ണമായും നിശബ്ദമാണെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ ഊന്നിപ്പറയുകയും ചെയ്തു. എല്ലാ ഹർജികളും നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും പോലീസ് അതിക്രമങ്ങൾ അന്വേഷിക്കാൻ HPCയുടെ പരിധിയെക്കുറിച്ച് വൈകുന്നേരത്തിനുള്ളിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ എല്ലാ അഭിഭാഷകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.